ഒരു ചെറിയ തമാശ ഉണ്ട്. നമ്മൾ ആമ്പലിൻ്റെ കുളം റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നട്ടു വെച്ചിരുന്നല്ലോ. അതിൽ രണ്ടിലും പൂവും വിരിഞ്ഞിരുന്നു. ഒന്നിൽ ഒരു നല്ല ഡാർക്ക് കളറ് ഒരു റോസ്, മറ്റേതിൽ ഒരു സിൽവർ ബേസ് ആയിട്ടുള്ള ബ്ലൂ. രണ്ട് നല്ല കളറാ. പിന്നെ പക്ഷെ സംഭവം അതല്ല, മറ്റേ ആ ഒരു ലൈറ്റ് ബ്ലൂ കളർ ഉണ്ടായ ആ ടാങ്കിൽ തിക്കായിട്ട് ഇല വന്നപ്പോൾ തന്നെ ചെറിയൊരു ഡൗട്ട് അടിച്ചിരുന്നു. ഇത് ഹൈബ്രിഡിന് ഇങ്ങനെ വരലില്ല ഇല, പക്ഷെ ഇതെന്ത് സംഭവിച്ചു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് വലിയൊരു മൊട്ട്. ഇന്നലെയൊക്കെ ഭയങ്കര വലിയ മൊട്ട്. അപ്പോൾ അങ്ങനെ ആലോചിച്ചു, ഇനി ഇതിന്മേൽ ആ നീലപ്പൂവാണെങ്കിലും അടിപൊളിയായിരിക്കുന്നു. പക്ഷെ ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം എന്താ സംഭവം. ഇതാണിപ്പോൾ ആ കളറ്. സംഭവം നല്ല രസമുള്ള പൂവാണ്. ഇത് പുലർച്ചെ വിരിയും. ഒരു 10 മണി 9 മണി 10 മണിയോട് കൂടിയിട്ട് കൂടും. പക്ഷേ ഇത് ഒരു 8 മണിക്കൊക്കെ വിരിയുള്ളൂ. പിന്നെ വൈകുന്നേരം വരെ ഉണ്ടാവും. അത് ഈ വെള്ള ഒക്കെ അങ്ങനെയാണ്. എന്തായാലും ഇതിപ്പോൾ 2 കളർ ഇതിലിങ്ങനെ ഉണ്ടാവുമോ നോക്കട്ടെ. സാധാരണ പറയാറ് 2 കളർ ആകുമ്പോൾ ഒരു കുളത്തിലുണ്ടാവാൻ പ്രയാസമെന്നാണ്. ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. വെള്ളായനി പോയപ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്ത് രവി ഉണ്ട്, അവൻ്റെ വീട്ടിലുണ്ട്. എന്തായാലും നോക്കുക. ഇതേതായാലും വിരിഞ്ഞപ്പോൾ കുറേ കാലമായി ഇത് വിരിഞ്ഞപ്പോൾ സന്തോഷം തന്നെയാണ്. ആമ്പലുകളുടെ ഒരു രാജാവ് തന്നെയാണ് കേട്ടോ. കാരണം നല്ല വലുപ്പമാണ് ഇതിൻ്റെ പൂവിനുണ്ടാവുക. പക്ഷേ സംഭവം ഇതാണ്, ആളുടെ ഒരു പ്രശ്നം, ഇതിൻ്റെ ഇല കണ്ടില്ലേ, ഭയങ്കര വലുപ്പമാണ്. ഹൈബ്രിഡിൻ്റെ ഇല കണ്ടില്ലേ, ചെറിയ ഇലയാണ്. അപ്പോൾ ഇതിൻ്റെ ഇല വ്യാപ്തി കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ മറ്റേ കളറ് പോകാൻ സാധ്യത കൂടുതലാണ്. ഇതിൽ ഈ ഒരു മുട്ടുണ്ടല്ലേ, ഇതിപ്പോൾ ഒരു മറ്റന്നാൾ വിരിയും. അതേപോലെ ഇതും ഏകദേശം നാളെയല്ല മറ്റന്നാൾ വിരിയും. ഇത് പൂർണ്ണമായി വിരിയാൻ എന്തായാലും 2 ദിവസം കൂടിയും കഴിയും. അപ്പോൾ ആ 3 പൂവും വിരിഞ്ഞ് കണ്ടാൽ നല്ല രസമുണ്ടാവും. ഈ വെള്ള നടുവിലുണ്ടെങ്കിൽ രാവിലത്തെ കട്ടൻ ചായ കൂടിയും ഈ പിന്നെ ചെടികളുടെ ഇടയിൽ കൂടെ നടക്കലും ഒരേ സമയത്താണ്. രണ്ടും നടക്കും.